നമസ്കാരം. ഞാൻ ഷീജ സുരേഷ്. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആദ്യമായിട്ട് തയ്ക്കാനൊക്കെ അറിയാവുന്ന വീട്ടമ്മമാരുണ്ടല്ലോ, തയ്യലൊക്കെ പഠിച്ചു, കുറച്ചൊക്കെ തയ്ക്കാനൊക്കെ അറിയാം, മെഷീനൊക്കെ ഉണ്ട്, സ്വന്തം ഡ്രസ്സുകളൊക്കെ സ്വയം സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള അമ്മമാരുണ്ട്. പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. നമുക്കിപ്പോൾ സ്വന്തം ഡ്രസ്സുകൾ മാത്രം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് എന്നൊക്കെ ആഗ്രഹിച്ച് ഒരു പേടി കൊണ്ടിട്ടിരിക്കുന്ന അമ്മമാരുണ്ടല്ലോ, ആ അമ്മമാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെങ്ങന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കുഞ്ഞു കുഞ്ഞു മക്കൾ ഒരുപാട് പേര് തയ്യൽ അറിയാവുന്നവരുണ്ട് കേട്ടോ. എന്നാലും പുറത്ത് തയ്ച്ച് കൊടുക്കാനായിട്ടൊരു കോൺഫിഡൻസ് കുറവൊക്കെ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്വിയിങ് ടിപ്സ് കുറച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ വീഡിയോ ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ടും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിലെത്തുന്നതിനും സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുറച്ച് തയ്ക്കാനുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കാര്യങ്ങളൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, അടുത്ത വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, തയ്ക്കാനൊക്കെ അറിയാം, നല്ല രീതിയിൽ തയ്യലൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്നിട്ടും പുറത്തേക്ക് തുണി തയ്ച്ചു കൊടുക്കാനൊരു മടിയുണ്ട്. മനസ്സിന് ശരിയാകുമോ, എങ്ങനെയാണ് നമുക്കിപ്പോൾ തയ്ക്കാൻ എന്നുള്ള കാര്യം മറ്റുള്ളവരെ എങ്ങനെ അറിയിക്കും എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനാണ് നമ്മുടെ ഒരു മൈൻഡ്, ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളായിട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മളതിൽ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലതൊന്ന് സൂക്ഷിക്കുക. ഈ 3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു പേടിയും ഇല്ലാതെ പുറത്തേക്ക് നല്ല രീതിയിൽ ഡ്രസ്സ് തയ്ച്ചു കൊടുക്കാനും നല്ല രീതിയിലൊരു പോക്കറ്റ് മണി ഉണ്ടാക്കാനും സാധിക്കും. അതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. മനസ്സുണ്ടാവണം, ഇഷ്ടം ഉണ്ടാവണം. ഒന്നാമത്തെ കാര്യം ഇഷ്ടം ഉണ്ടാവണം, നമ്മൾ ചെയ്യുന്ന പ്രൊഫഷനോട് നമുക്കൊരു താല്പര്യം ഉണ്ടാവണം. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻസ് ഉണ്ടാവണം. നമുക്ക് ഏറ്റവും അത്യാവശ്യം, സ്റ്റിച്ചിങ്ങിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കോൺഫിഡൻസ്. പിന്നെ ഒരു കാര്യം ക്ഷമ. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പുറത്തേക്ക് ഡ്രസ്സുകൾ തയ്ച്ചു കൊടുക്കുക. നിങ്ങളതൊന്ന് ഫോളോ ചെയ്യുക. കാരണം തയ്യൽ അറിയാം, തയ്ക്കാൻ നന്നായിട്ട് അറിയാം, എന്നിട്ടും പുറത്തേക്ക് തയ്ച്ചു കൊടുക്കുന്നില്ല എന്നുള്ളവർ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞുതരാം. മനസ്സ് വേണം എന്ന് പറയാൻ കാരണം, നമുക്ക് തയ്ക്കുമ്പോൾ തയ്ക്കാനായിട്ടൊരു മനസ്സ് വേണം. നമുക്ക് മടി കാണിക്കാൻ പാടില്ല തയ്ക്കാനായിട്ട്. ഇപ്പോൾ ഒരുപാട് നമുക്ക് തയ്ക്കാൻ അറിയാം, പക്ഷെ മടിയാണ്, മെഷീനെടുത്ത് പോയിരിക്കാൻ പറ്റണില്ല, തോന്നുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ലെവലാണെങ്കിൽ നമുക്കത് എന്തായാലും പറ്റില്ല, പുറത്തേക്ക് തയ്ച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ അത്യാവശ്യം വേണ്ടുന്നൊരു കാര്യമാണ് കോൺഫിഡൻസ്. ഈ ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങൾ ഒന്ന് ഹൈ ആക്കി വയ്ക്കുക. ഓവർ കോൺഫിഡൻ്റ് ആണ് എന്ന് വേണമെങ്കിൽ മറ്റുള്ളവർ പറയുമായിരിക്കും ചിലപ്പോൾ, എന്നാലും മറ്റുള്ളവരുടെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കണം. നമ്മളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ പക്കയായിരിക്കണം. അതായത് കോൺഫിഡൻസ് ലെവൽ പക്ക ആവുക എന്ന് ഉദ്ദേശിക്കുന്നത്, നമുക്കിപ്പോൾ തയ്യലറിയാം, പഠിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് മടിയാണ്, പുറത്തേക്ക് തയ്ച്ചു കൊടുക്കാൻ പേടിയാണ്. എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ ഞാൻ വളർത്തിക്കൊണ്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തയ്യൽ പഠിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സിന്, വീടിനടുത്തുള്ള ആൻറ്റിമാർക്കൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, ഡ്രസ്സ് തയ്ച്ചു കൊടുക്കും, ബ്ലൗസൊക്കെ തയ്ച്ചു കൊടുക്കും. അങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ. കാരണം എനിക്ക് തയ്ച്ച് കൊടുക്കാൻ പറ്റും, ആൻറ്റി ഞാൻ തയ്ച്ച് തരാം ആൻറ്റി ഇത് തയ്യൽ പഠിച്ചപ്പോൾ ഞാൻ തയ്ച്ച ബ്ലൗസാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ സ്വന്തമായിട്ടൊരു തുണി മേടിച്ച് തയ്ച്ച് 1-2 ബ്ലൗസുകളൊക്കെ, കുറഞ്ഞൊരു തുണി ബ്ലൗസിൻ്റെ പീസ് വാങ്ങിച്ച് തയ്ച്ച് 1-2 എണ്ണം അടുത്തുകൂടെയുള്ള ആൻറ്റിമാർക്കൊക്കെ കൊടുക്കുക. പിന്നെ അതാണ് നമ്മുടെ ആ ഒരു കോൺഫിഡൻസ്, അതിനുള്ളൊരു കോൺഫിഡൻസ് നമ്മൾ കാണിക്കുകയാണെങ്കിൽ അതാണ് നമ്മളെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ്. കാരണം ഈ അമ്മമാർക്ക് നമ്മളൊരു ഡ്രസ്സ് തയ്ച്ച് ഒന്ന് സൗജന്യമായിട്ട് കിട്ടുകയാണെങ്കിൽ അമ്മമാർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവർ ഒരാളോടല്ല പറയുക, അവർ കാണുന്ന എല്ലാവരോടും പറയും എനിക്ക് ഇന്ന ആൾ തയ്ച്ച് തന്നതാണ്. അപ്പോൾ നമുക്കൊരു 10 പേര് അറിഞ്ഞാൽ മതി. ഇപ്പോൾ ഈ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് ഒരു 2-3 പേര് അറിയും. അവർ ചെന്ന് വേറൊരാളുടെ അടുത്ത് പറയും ഇന്ന ആൾ തയ്ക്കുന്നുണ്ട്, നന്നായിട്ട് തയ്ച്ചിട്ടുണ്ട് കേട്ടോ അവരുടെ ബ്ലൗസ് എന്നൊക്കെ പറയും. അപ്പോൾ അവർക്ക് തോന്നും ഇന്ന ആൾ തയ്ക്കുന്നുണ്ട്, നമുക്ക് അയാളുടെ കയ്യിൽ കൊടുക്കാം എന്നുള്ള ഒരു തോന്നലുണ്ടാവും. ചിലർക്ക് എത്ര തയ്ച്ചിട്ട് ആര് തയ്ച്ചിട്ട് ശരിയാകുന്നില്ല, അപ്പോൾ ഇയാളുടെ കയ്യിൽ കൊടുത്തു നോക്കാം എന്ന് വിചാരിച്ചവരെന്ത് ചെയ്യും, ഡ്രസ്സ് കൊണ്ടുവരും. നമ്മളത് ഡ്രസ്സ് കൊണ്ടുവരുമ്പോൾ തയ്ക്കാൻ പറ്റുമോ എന്ന് അവർ വന്ന് ഇങ്ങോട്ട് ചോദിക്കും, കസ്റ്റമർ വന്ന് ഇങ്ങോട്ട് ചോദിക്കും തയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ കോൺഫിഡൻസോട് കൂടി തന്നെ പറയുക മറുപടി.
പറ്റൂ, എന്താ ഞാൻ തയ്ച്ചു തരാം, എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത് അവരോട് കോൺഫിഡൻസോട് കൂടി പറയുക. പേടിച്ച് പക്ഷേ അയ്യോ പറ്റുമോയെന്ന് അറിയില്ല നോക്കട്ടെ അങ്ങനെയല്ല പറയേണ്ടത് കേട്ടോ. നമ്മൾ പറ്റും, ഞാൻ തയ്ച്ചു തരാം എന്നുള്ളത് നമ്മൾ കോൺഫിഡൻസോട് കൂടി പറയും. ഏത് കഷ്ടപ്പെട്ട മോഡലായാലും പറ്റുമല്ലോ നമുക്ക് നോക്കാം എന്നുള്ളത് നമ്മൾ പറയുക. പിന്നുള്ളതെന്ന് മൂന്നാമത്തെ കാര്യം ക്ഷമ. നമുക്ക് തയ്ക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ക്ഷമ. ഏതൊരു നമ്മൾ പുതിയ പുതിയ ഡിസൈനുകൾ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് തയ്ക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷമയോടുകൂടി തയ്ച്ചു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആവും. നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ധൃതിപ്പെട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരക്കിൻ്റെ ഇടയിലൊക്കെ വന്നിരുന്ന് തയ്ച്ചിട്ട് അങ്ങനെയല്ല. നമ്മുടെ എല്ലാ ജോലികളും മാറ്റി എല്ലാ ജോലികളും ചെയ്ത് തീർത്തിട്ട് വന്നിരുന്ന് തയ്ക്കുക. എൻ്റെ സ്വഭാവം അതാണ് കേട്ടോ. എത്ര അത്യാവശ്യമാണെന്ന് പറഞ്ഞാലും ഞാൻ ഭയങ്കര ധൃതിപ്പെട്ട്, ചിലർ നമ്മളെ ധൃതിപ്പെടുത്തുമല്ലോ, ആ ധൃതിപ്പെടുത്തുന്ന സമയത്ത് വന്നിരുന്ന് തയ്ക്കുന്ന ഡ്രസ്സുകൾ ഫ്ലോപ്പ് ആവാറാണ് പതിവ്. എന്നാൽ നമ്മൾ കോൺഫിഡൻസോട് കൂടി തയ്ക്കുന്ന ഡ്രസ്സുകൾ നല്ല പെർഫെക്റ്റായിട്ട് വരികയും ചെയ്യും. അങ്ങനെയാണ് നമുക്ക് കോൺഫിഡൻസ് വേണം, ഒരു ക്ഷമ വേണം. നമുക്ക് സമയമെടുത്ത് നമ്മൾ പ്ലാൻ ചെയ്തു ഒന്ന് ചെയ്യുകയാണെങ്കിൽ അത് സക്സസ് ആവും. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പുറത്ത് ഒരു തുണി കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ബ്ലൗസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പട്ട് പാവാട, ഒരു ഫ്രോക്കൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭംഗിയായിട്ട് നിങ്ങൾക്ക് തയ്ച്ചു കൊടുത്ത് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, അതിലോളം ഓപ്ഷൻ കൊടുക്കുക. അല്ലെങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.